നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം വൻ ലഹരിവേട്ട. 7 ചാക്കുകളിലായി കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസിന്റെ 11,475 പാക്കറ്റാണ് ചെറുതുരുത്തി SI വിനു രാജും സംഘവും പിടിച്ചെടുത്തത്. കൊച്ചിൻ പാലത്തിനു സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30യോടെയാണ് ഒറ്റപ്പാലം പനമണ്ണ പഴനിക്കര വീട്ടിൽ നാരായണൻ മകൻ ഉണ്ണികൃഷ്ണന്റെ ഇന്നോവ കാറിൽ നിന്ന് ഹാൻസ് പിടികൂടിയത്. SIക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി നിരോധിത പുകയില ഉൽപ്പന്നം എത്തിച്ചത്. പിടികൂടിയ ലഹരി വസ്തുവിന് വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും. കടകളിൽ ഹോൾസെയിലായി ഹാൻസ് എത്തിക്കുന്ന വ്യക്തിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രദേശങ്ങളിൽ കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള കടകളിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഹാൻസ് കൊണ്ടുവന്നത് എന്നാണ് പ്രതി മൊഴി നൽകിയത്. പ്രതിക്ക് മുൻ കേസുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അഡീഷണൽ SI സാജൻ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായ സനൽ, വിജയൻ, അനീഷ്, ശ്രീകാന്ത്, ജയകുമാർ, ജോബിൻ, ലിജോ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ന്യൂസ്, തളി. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്തിൽ ജനകീയ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. 18-നും 19-നും പഞ്ചായത്തിൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്താനും പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഏകോപനത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ശുചീകരണ യജ്ഞം നടപ്പാക്കുന്നത്. അശാസ്ത്രീയമായ മാലിന്യ പരിപാലനം, പകർച്ചവ്യാധി വ്യാപനം, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവ തടയുന്നതിനായുള്ള കർമ്മ പദ്ധതികൾക്കാണ് നേതൃത്വം നൽകുന്നത്. ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിൽ സംഘാടന സമിതി യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K ബീന അബ്ദുഷിയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ TV വത്സല, K സുലൈഖ, KC ഗോപാലകൃഷ്ണൻ, AP രാമദാസ്, ഡോക്ടർ ലീനാകുമാരി, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപക പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഏരിയകളിലെല്ലാം തന്നെ ഈ കൊതുകിന്റെ മുട്ട ഉണ്ടായിരിക്കും. അപ്പൊ ഈ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഈ ഡെങ്കിപ്പനിയുടെ വൈറസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കും തന്നെ ഈ പനി പകർത്താനുള്ള ശേഷി ഉണ്ടായിരിക്കുമെന്നർത്ഥം. അപ്പൊ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ കൊതുക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഡ്രൈ ഡേ ആചരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. എടപ്പാൾ ടൗണിൽ അവകാശികളില്ലാതെ കിടന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി വളച്ചുകെട്ടാനുള്ള ശ്രമം നാട്ടുകാരുടെ പരാതി പ്രകാരം റവന്യൂ അധികൃതരെത്തി തടഞ്ഞു. എടപ്പാൾ ടൗണിന്റെ ഹൃദയഭാഗത്ത് തൃശൂർ റോഡിൽ പെട്രോൾ പമ്പിനോട് ചേർന്നാണ് അവകാശികളില്ലാത്ത ഭൂമി കണ്ടെത്തിയിരുന്നത്. സംസ്ഥാനപാതയുടെയും മേൽപ്പാലത്തിന്റെയും നിർമ്മാണ സമയത്ത് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിലാണ് ഈ ഭൂമിക്ക് അവകാശികളില്ലെന്ന് കണ്ടെത്തിയത്. ടൗണിന്റെ വികസനാവശ്യത്തിന് ഭൂമി വിനിയോഗിക്കാൻ തീരുമാനിച്ചെങ്കിലും പമ്പുടമ കോടതിയിൽ പോയതോടെ ആ നീക്കം നിലച്ചു. പിന്നീട് 1 വർഷം മുൻപ് ഈ ഭൂമിക്ക് ചുറ്റും മതിൽ കെട്ടാൻ ശ്രമം നടത്തിയെങ്കിലും CPM പ്രവർത്തകരെത്തി മതിൽ പൊളിച്ചു കളഞ്ഞ് ആ നീക്കം തടഞ്ഞു. പിന്നീട് കുറേ മാസങ്ങൾ വെറുതെ കിടന്ന ഇവിടെ ഞായറാഴ്ച വൈകുന്നേരം കുഴികൾ കുഴിച്ച് കാലുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചു. തിങ്കളാഴ്ചയും ജോലിക്കാരെത്തി പണി ആരംഭിച്ചതോടെ ടൗണിലെ INTUC, CITU, ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ തഹസിൽദാർക്ക് പരാതി നൽകി. തഹസിൽദാർ പൊന്നാനിയിലെ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നതിനാൽ എടപ്പാൾ വില്ലേജ് ഓഫീസർ ലാവണ്യ, RDO ഓഫീസ് ഉദ്യോഗസ്ഥൻ ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയ്ക്കു ശേഷം നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു. ആവശ്യമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ സർവേ അടക്കമുള്ള നടപടികൾ എടുക്കുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. യൂണിയൻ ഭാരവാഹികളായ CR മനോഹരൻ, C രാഘവൻ, P വിനോദ്, M മുരളീധരൻ, കുഞ്ഞൻ പൂക്കരത്തറ, ശ്രീജിത്ത്, കുഞ്ഞുമോൻ, സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. CCTV ന്യൂസ്, തൃത്താല. നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ വാഹനാപകടത്തിൽ മരിച്ചു. കുളപ്പുള്ളി ചുവന്നേ ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വാവന്നൂർ സ്വദേശിയായ നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കൻ മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ IPT കോളേജിന് സമീപം എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച രതീഷ് നാടൻപാട്ട് കലാരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ¡Gracias!
വാഹനാപകടത്തിൽ മരിച്ച നാടൻപാട്ട് കലാകാരൻ കൂറ്റനാട് വാവന്നൂർ സ്വദേശി രതീഷ് തിരുവരങ്ങന് നാടിന്റെ യാത്രാമൊഴി. 2 പതിറ്റാണ്ട് കാലമായി നാടൻപാട്ടിനെ നെഞ്ചിലേറ്റിയ കലാകാരനായിരുന്നു രതീഷ്. നിരവധി പുരസ്കാരങ്ങളും ഇതിനകം കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ വാടാനംകുറിശി ചുവന്ന ഗേറ്റിന് സമീപം ഓട്ടോറിക്ഷയും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് നാടൻപാട്ട് കലാകാരൻ കൂറ്റനാട് വാവന്നൂർ സ്വദേശി കെ രതീഷ് തിരുവരങ്കൻ മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി നാടൻപാട്ടിനെ നെഞ്ചിലേറ്റിയ പാരമ്പര്യ കലാകാരനെ കൂടിയാണ് നാടിന് നഷ്ടമായത്. ചെണ്ട, തുടി, മരം, പുള്ളൂർക്കുടം എന്നിവ നിർമ്മിക്കുന്നതിലും ഇവ കൈകാര്യം ചെയ്യുന്നതിലും രതീഷ് തന്റെ മികവ് തെളിയിച്ചിരുന്നു. പട്ടാമ്പി ബ്ലോക്കിൽ ഉൾപ്പെടെ വിദ്യാലയങ്ങളിലെ കലോത്സവങ്ങൾക്ക് കുട്ടികൾക്ക് നാടൻപാട്ട് പരിശീലനം നൽകി വരുന്നതിനും രതീഷ് മുൻപന്തിയിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നാടൻപാട്ടിൽ പരിശീലനം നൽകിയിരുന്നു. ശ്രീ പൗർണമി കലാവേദിയുടെ ശിങ്കാരിമേളത്തിൽ 1ാം പ്രമാണിയായും വാദ്യരംഗത്തും നില ഉറപ്പിച്ചിരുന്നു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ വേദവ്യാസ്യ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമിയുടെയും കേരള സാംസ്കാരിക വകുപ്പിന്റെയും വജ്രജൂബിലി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ പുരസ്കാരം, കലാമണി ഓടപ്പഴം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും രതീഷിനെ തേടിയെത്തിയിരുന്നു. ഈ കലാകാരന്റെ വിയോഗം വാവന്നൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. ഷൊർണൂർ BRC തല പരിശീലന സംഗമം വാടാനക്കുറിശിയിൽ നടന്നു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക ശാക്തീകരണം ലക്ഷ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവധിക്കാല അധ്യാപക സംഗമ പരിശീലനത്തിന് ചൊവ്വാഴ്ച തുടക്കമായത്. സംഗമത്തിന്റെ ഷൊർണൂർ ഉപജില്ലാതല ഉദ്ഘാടനം വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഹമ്മദ് മുഹ്സിൻ MLA നിർവഹിച്ചു. നല്ല പരിശീലനം നേടിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശീലന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിപുലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരണം നമ്മുടെ നാട്ടിൽ നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി, അതായത് 2020 വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കരിക്കുലം ഫ്രെയിംവർക്ക് വിശദമായ ചർച്ചകളോടുകൂടി പൂർത്തീകരിച്ച് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്രയും വിപുലമായിട്ടുള്ള ചർച്ചകൾ, അത് വിവിധ ഗ്രൂപ്പുകൾ, അത് പൊതുജനങ്ങളാവാം, വിദ്യാർത്ഥികളാകാം, 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് അതിലധികം വരുന്ന ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ആണ് കരിക്കുലം തയ്യാറാക്കിയത്. പുതിയ കാലഘട്ടം, നമുക്കറിയാം, അധ്യാപകരുടെ റോളിൽ മാറ്റം വന്നു. വിദ്യാഭ്യാസ മേഖലയാകെ മാറിയിരിക്കുകയാണ്. ചടങ്ങിൽ ജലജ ശശികുമാർ അധ്യക്ഷയായി. ഷൊർണൂർ AEO ബിന്ദു, പ്രിൻസിപ്പാൾ ബീന, HM ഗീത, BPC അജിത് ശങ്കർ, CV രാജേഷ്, TP ജുഗേഷ് എന്നിവർ സംസാരിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ 900ഓളം അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി കുട്ടികൾക്കായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ആരംഭിച്ചു. ദിശ എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പ് വളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി സെക്രട്ടറി KN ബാലമുരളി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് EK അലി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, സ്റ്റാഫ് സെക്രട്ടറി കവിത, അധ്യാപകനായ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ PK മോഹനൻ സ്വാഗതവും അധ്യാപിക KM ശാലിനി ടീച്ചർ നന്ദിയും പറഞ്ഞു.
ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ തിങ്കളാഴ്ച രാത്രി നടന്ന വനിതാ മത്സരം കാണികൾക്ക് ആവേശമായി. വനിതാ ടീം അംഗങ്ങളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിചയപ്പെട്ടു. തൃശൂരും തിരുവനന്തപുരവും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തിരുവനന്തപുരം വിജയിച്ചു. കളി കാണുവാൻ നിരവധി സ്ത്രീകളും മൈതാനത്തെത്തി. വിജയികൾക്ക് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ട്രോഫികൾ വിതരണം ചെയ്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.